സോ ഇന്ന് അലാൻസിന്റെ പ്രോ ടോക്സിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് രഞ്ജിത്ത് വർഗീസ് ആണ്. രഞ്ജിത്ത് വർഗീസ് ഇസ് കറന്റ്ലി വർക്കിംഗ് ഇൻ KPMG. ഹീസ് വർക്കിംഗ് ആസ് എൻ ഓഡിറ്റ് സീനിയർ ആൻഡ് മോർ ദൻ ദാറ്റ് ഹീസ് എൻ ACCA മെമ്പർ. ഇതിനെ എല്ലാത്തിനും പുറമെ അലാൻസിന്റെ ഫസ്റ്റ് ബാച്ചിൽ 2018 ഫസ്റ്റ് ബാച്ചിൽ 22 സ്റ്റുഡൻസിൽ ഒരാളാണ് രഞ്ജിത്ത്. ആൻഡ് ദാറ്റ് മേക്സ് ദിസ് ഇന്ററാക്റ്റീവ് ടോക്ക് വെരി വെരി സ്പെഷ്യൽ ഫോർ മീ. ഐ ഹാവ് taught him as a teacher and he has qualified all the 13 papers here. അതിനുശേഷമാണ് വർക്കിന് കയറിയത്. സോ ഈ ഒരു എപ്പിസോഡിലേക്ക് രഞ്ജിത്ത്, ഐ വെരി വാംലി വെൽക്കം യു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. താങ്ക് യു സോ മച്ച്. സോ രഞ്ജിത്ത്, ഞാൻ പറഞ്ഞ പോലെ ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി പ്രൗഡ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ രഞ്ജിത്തിനെ വെച്ച് ഹോസ്റ്റ് ചെയ്യാനും ആൻഡ് ആസ് എൻ ഇൻ്റർവ്യൂവർ ആക്ട് ചെയ്യാനും രഞ്ജിത്തിനെ ഈ ഒരു ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിലും കൊണ്ടുവരാനും സാധിച്ചതിൽ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട്. മോർ ദൻ ദാറ്റ് ഞാൻ ചോദിച്ചോട്ടെ രഞ്ജിത്ത് പോയത്, ഞാൻ രഞ്ജിത്തിനെ ലാസ്റ്റ് കാണുന്നത് ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ്. ഐ ഹവ് ടോട്ട് യു സം പേപ്പേഴ്സ്. അത് കഴിഞ്ഞ് ഇയാൾ ക്വാളിഫൈഡ് ആയി. അത് കഴിഞ്ഞ് ഇയാൾ വർക്കിന് പോയി. ഇപ്പം മെമ്പറാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനൊരു മടങ്ങിവരവാണ്. യു ആർ കമ്മിങ് ബാക്ക് ഹോം ടു വേർ യു സ്പെൻഡ് മോർ ദൻ 3 to 4 years ഓഫ് യുവർ ലൈഫ് അറ്റ് അലാൻസ്. ഇപ്പം മടങ്ങി വരുമ്പോൾ, സക്സസ്ഫുൾ ആയിട്ട് മടങ്ങി വരുമ്പം, ആ ഒരു വന്ന സമയത്തുള്ള എംബിഷൻ, ആ ഗോളൊക്കെ അച്ചീവ് ചെയ്തിട്ട് മടങ്ങി വരുമ്പോൾ ഹൗ ഡു യു ഫീൽ? എന്റെ അലാൻസിലെ ജേണി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴും റിയാലിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ജേണി, അലാൻസിലെ ജേണി കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഞാൻ അച്ചീവ് ചെയ്യാൻ, ഞാൻ വന്ന എന്തിനോ അത് ഞാൻ അച്ചീവ് ചെയ്തു. ആസ് ആൻ ACCA നോക്കുകയാണെങ്കിൽ ACCA മെമ്പറായി. പിന്നെ എന്റെ ഫാക്കൽറ്റീസിനെ കാണാൻ അക്ഷയ് സാർ എന്നെ ഒരു പേപ്പർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ തന്നെ വരുന്നതാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ബാക്കി എല്ലാവരും കണ്ടോ? കൂടെ പഠിച്ച ആൾക്കാർ, ചിലർ ഫാക്കൽറ്റീസ് ഉണ്ട്. കൂടെ പഠിച്ച കുറച്ചാൾ ഇപ്പൊ ഫാക്കൽറ്റീസ് ആണ്. അവരായിട്ട് ഞാൻ കണ്ടു, ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതേമാതിരി എന്നെ പഠിപ്പിച്ച കുറെ ഫാക്കൽറ്റീസ് ഇപ്പോഴും ഉണ്ട്. അവരെ കണ്ടു, ഹാപ്പിയാണ്. കുറെ മെമ്മറീസ് ഷെയർ ചെയ്തു. സോ രഞ്ജിത്ത്, നമുക്ക് രഞ്ജിത്തിന്റെ സ്റ്റുഡന്റ് ജേർണി തന്നെ തുടങ്ങാം. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ബാച്ചിലോട്ട് വന്നതാണ് 2018. എനിക്ക് തോന്നുന്നു 3 years അല്ലേ, ഓൾമോസ്റ്റ് 3 years എടുത്തിട്ടല്ലേ കംപ്ലീറ്റ്? 3 years എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് രഞ്ജിത്തിന് ആസ് എൻ ACCA സ്റ്റുഡന്റ് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അതൊരു പരിധി വരെ ലാൻസിന് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇപ്പോൾ വാട്ട് ഡു യു സജസ്റ്റ്, അല്ലെങ്കിൽ രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി ഒരു ന്യൂ ACCA ജോയിൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ACCA ആസ്പിറന്റ് ആയിട്ടൊരു കുട്ടി രഞ്ജിത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഡു യു സജസ്റ്റ് റിഗാർഡിംഗ് അലാൻസ്, അല്ലെങ്കിൽ അലാൻസിലെ ലേണിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുകയാണെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം എന്ന് രഞ്ജിത്ത് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഒരു സ്റ്റുഡന്റ് പെർസ്പെക്റ്റീവില്, അതെന്തൊക്കെയാണ്? ഇനീഷ്യലി ഞാൻ അലയൻസിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഫാക്കൽറ്റി ലൈനപ്പ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും നോക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എങ്ങനെയാണ് അവിടുത്തെ എൻവയോൺമെന്റ്, അങ്ങനെ കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്തിട്ടില്ല. ബേസിക്കലി +2 കഴിയുന്ന ഒരു സ്റ്റുഡന്റ് ഡെഫിനറ്റ്ലി നോക്കുന്ന കോഴ്സ് ആയിരിക്കും, റാദർ ദാൻ എവിടെ പോയി പഠിക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും കോഴ്സ് ഞാൻ എടുക്കണം എന്നുള്ള ഇതിലായിരിക്കും നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുക. അപ്പൊ ACCA എടുക്കുന്ന ഇപ്പോ എനിക്ക് കിട്ടാതെ പോയ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ നോക്കാത്ത കാര്യങ്ങൾ ഇപ്പൊ ഒരു പുതിയ സ്റ്റുഡന്റ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് ഫാക്കൽറ്റി ലൈനപ്പ് നോക്കണം. കാരണം നമ്മുടെ എൻ പ്രൊഡക്റ്റ് എന്തായാലും, അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ഫാക്കൽറ്റി ലൈനപ്പ് എന്തായാലും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഫാക്കൽറ്റി എന്നാണ് വേണ്ടത്. പിന്നെ ഒബ്വിയസ്ലി അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കണം. ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞേ, ഒന്നാമത് ACCA എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഡിഗ്രി കാണുന്നതോ അല്ലെങ്കിൽ +2 കണ്ട ഒരു കോഴ്സ് അല്ല. കോഴ്സിന് എന്തായാലും, കാരണം അതിന് ആ വാല്യൂ ഉണ്ടെങ്കിൽ, ആ റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അതിന് ചലഞ്ചിങ് ആണ് ബേസിക്കലി. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ക്വാർട്ടർലി ആണ് ACCA എക്സാംസ്, 3 months കൂടുമ്പോൾ. അപ്പോൾ എന്തായാലും 3rd month എനിക്കറിയാം, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രഷർ ആയിരിക്കും. ഒബ്വിയസ്ലി ഒരു പ്രഷർ കുക്കർ എന്ന് പറഞ്ഞ ഒരു ഫീൽ ആയിരിക്കും. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ആദ്യത്തെ മാസം തൊട്ട് 3 months ആദ്യത്തെ മാസം തൊട്ട് ഈ പ്രഷറിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻഡ് റിസൾട്ടിനെ അത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. അപ്പൊ എന്റെ കേസിലാണെങ്കിലും അലയൻസിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമില് ഫസ്റ്റ് ഇയറിലല്ല, 2nd year അങ്ങാണ്ട് അലയൻസ് ഫിയസ്റ്റ് ഉണ്ടായിരുന്നു. അത് കോർഡിനേറ്റ് ചെയ്യാൻ പിന്നെ എന്റെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. അത് ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആട്ടോ, എങ്ങനെയാണ് അവർ ആ പ്രഷർ ഡിസ്ചാർജ് ചെയ്യാന്നുള്ളത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എൻവയോൺമെന്റ് ഒരു ഫാക്ടറാണ്. പക്ഷെ ഞാൻ ഒന്നുകൂടെ പ്രയോറിറ്റി കൊടുക്കുക ഫാക്കൽറ്റിയാണ്. ഇപ്പോഴും എനിക്കറിയാം എന്റെ ഫാമിലിയിൽ നിന്ന് ആൾക്കാർ ACCA പിക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി എന്റെ ഫ്രണ്ട് സർക്കിള്, എന്റെ ബ്രദറിന്റെ +2, എന്റെ ബ്രദർ +2 പഠിക്കുന്നത്. അവനിപ്പോ അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു. അപ്പൊ അവന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ കുറച്ച് പേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് ഫാക്കൽറ്റി ലൈൻ. അപ്പം
what you suggest while you choose an ACC institute is definitely utmost priority faculty lineup. ഫാക്കൽറ്റി അത് ഞാൻ പറയുന്നത് ഒരു ഫാക്കൽറ്റിനെ ഫോക്കസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. Entire എല്ലാ പേപ്പേഴ്സിനും ഒരു എല്ലാ പേപ്പേഴ്സും നമ്മൾ നോക്കണം, നമ്മുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ആരുടെയും റെക്കമെൻഡേഷൻ എടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ച ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പ്രീവിയസ്ലി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അതേമാതിരി തന്നെ വേറെ ആൾക്കാരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കിയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം ഒരാൾ പോകാൻ വേണ്ടി. ഒരു ഫാക്കൽറ്റി അല്ല, മൊത്തം ഫാക്കൽറ്റി ലൈനപ്പ് all the 13 papers. നോക്കണം. പിന്നെ നെക്സ്റ്റ് തിങ് പറഞ്ഞത് ആ ലേണിംഗ് അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. ആ പ്രഷറിനല്ലാത്ത സമയത്ത് നമ്മൾ എത്രത്തോളം ചില്ലായിട്ടാണ്, നമ്മുടെ മെന്റൽ ഹെൽത്ത് എത്ര നന്നായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. വളരെ ഒരു ഫുൾ ടൈം പ്രഷറിൽ നിന്ന് പഠിക്കേണ്ട ഒരു സാധനമല്ല. അല്ലാത്ത രീതിയിൽ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്ത് എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാനുള്ള അറ്റ്മോസ്ഫിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉണ്ടാവണം എന്ന് തന്നെയാണ് രഞ്ജിത്തിന്റെ ഒപ്പീനിയൻ. ഡെഫിനറ്റ്ലി അത് തന്നെ. എനിക്ക് തോന്നുന്നു ആ ഒരു മെമ്മറീസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പഠിച്ച ഫുൾ മെമ്മറീസ് ആണ്. എന്റെ കുറച്ച് ഫ്രണ്ട്സിനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പഠിച്ച പേപ്പറിന്റെ നോളേജ്, എത്ര പേപ്പർ, എത്ര അറ്റംപ്റ്റ്, അങ്ങനെയുള്ള സീന. പക്ഷെ എനിക്ക് വേറെ കുറച്ച് മെമ്മറീസ്, ആ നല്ല മെമ്മറീസ് ആണ്. ആ മെമ്മറീസ് ആണ് എനിക്ക് ഇപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, സാറായിരുന്നു ഇരിക്കുന്ന സമയത്ത് കണക്ഷൻ കിട്ടുന്ന അതുകൊണ്ടാണ്. അപ്പൊ അതെന്തായാലും ഒരു കുട്ടിക്ക് ഇമ്പോർട്ടന്റ് അല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ACC അല്ല, ഏത് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുമ്പോഴും നമ്മുടെ മെന്റൽ ഹെൽത്ത് നോക്കിയിട്ട് നമുക്കൊരു സ്പേസ്, അതിന് ബ്രീത് ചെയ്യാൻ ഒരു സ്പേസ് തരുന്ന ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം നമ്മൾ പഠിക്കുന്നത്. ആ കോഴ്സ് എത്രത്തോളം റെപ്യൂട്ടബിൾ ആണോ അത് അത്രത്തോളം ചലഞ്ചിങ് ആയിരിക്കും. അപ്പൊ എന്തായാലും പ്രഷർ ഇന്നല്ലേ നാളെ അത് എന്തായാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ആ പ്രഷർ നമ്മളെ കൺസ്യൂം ചെയ്യാതെ നമ്മൾ നോക്കേണ്ട നമ്മുടെ കടമയാണ്. അപ്പോൾ രഞ്ജിത്തിന്റെ കരിയർ ട്രാക്ക് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇന്റർവ്യൂ എത്രാമത്തെ വയസ്സിലാണ്? അറൌണ്ട് 22 അപ്പം ഫുൾ പേപ്പേഴ്സ് ക്വാളിഫൈഡ് ആയിരുന്നു? ഇല്ല, 12 പേപ്പേഴ്സ്. ഏത് പേപ്പറാ ബാക്കി ഉണ്ടായിരുന്നത്? SBL റിപ്പീറ്റ് ചെയ്തിരുന്നു? റിപ്പീറ്റ് ചെയ്തിട്ടാണ്. പിന്നെ അത് ഏത് സ്ഥലത്തേക്ക് ഇന്റർവ്യൂവിന് പോയത്? എനിക്ക് QX ഗ്ലോബൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഫേമിൽ നിന്നായിരുന്നു ഫസ്റ്റ് ഇന്റർവ്യൂ. എന്ത് ഡെസിഗ്നേഷനിലോട്ട്? അത് അക്കൗണ്ട്സ് ആയിരുന്നു. അക്കൗണ്ട്സ് ആയിരുന്നു. ഓക്കെ. രഞ്ജിത്തിന് ഇഷ്ടപ്പെട്ടതാണ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബൈ ചോയ്സ്? ഡെഫിനറ്റ്ലി അല്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു 12 പേപ്പേഴ്സ് ആയ സമയത്താണ് കോവിഡ് ഹിറ്റ് ചെയ്ത്. കോവിഡ് ഒന്ന് കഴിഞ്ഞ് അത് റിക്കവർ ചെയ്യുന്ന ഒരു ഫേസ് ആയിരുന്നു. അപ്പോ ഒബ്വിയസ്ലി റൂമേഴ്സ് ഉണ്ടായിരുന്നു, നമുക്ക് ജോബ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. പിന്നെ 12 പേപ്പേഴ്സിൽ നമ്മൾ സ്റ്റക്ക് ആണ്. എന്ന് വെച്ചാൽ ഞാൻ 12 പേപ്പേഴ്സ് ആണെങ്കിലും 9 പേപ്പേഴ്സ് ആണെങ്കിലും സ്റ്റാറ്റസ് ഒന്നാണ്, പാർട്ട്ലി ക്വാളിഫൈഡ്. 9 പേപ്പേഴ്സ് ആണെങ്കിലും 12 പേപ്പേഴ്സ് ആണെങ്കിലും ഒരു HR വന്ന് നമ്മളോട് ചോദിക്കുന്നത് ക്വാളിഫൈഡ് ആണോ. 12 പേപ്പേഴ്സ് അല്ലെങ്കിൽ ഒരിക്കലും ക്വാളിഫൈഡ് എന്ന് കള്ളം പറയാൻ പറ്റില്ല. അപ്പൊ 9 പേപ്പേഴ്സ് മീൻസ് പാർട്ട് ക്വാളിഫൈഡ് എന്ന് പറയണം. പാർട്ട് ക്വാളിഫൈഡ് അവരുടെ ഡാറ്റാബേസ് പ്രകാരം 9 പേപ്പേഴ്സ്. അപ്പൊ സെയിം വാല്യൂ തന്നെയുള്ള 9 ആണെങ്കിലും 12 ആണ്. അൺലെസ് ആൻഡ് അൺടിൽ അവർ റിക്വയർമെന്റ് പറയാണ് ഇത്ര പേപ്പേഴ്സ്. അത് ഞാൻ ഭയങ്കര മിനിമൽ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. 10 പേപ്പേഴ്സ് വേണം, 11 പേപ്പേഴ്സ്. അത് ഭയങ്കര മിനിമലാണ്. ഇന്ന പേപ്പേഴ്സ് കമ്പാരിറ്റീവ് മാൻഡേറ്ററി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവണം എന്നൊക്കെ ചിലർ പറയുന്നത്. അതെനിക്ക് ബിഗ് 4 ബിഗ് 10 അങ്ങനത്തെ കമ്പനീസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഓപ്പണിങ്സ് മിഡ് സൈസ് ഫേംസ് അങ്ങനത്തെ റിക്വയർമെന്റ്സ് റേസ് ചെയ്യാറുണ്ട്. എന്നിട്ട് എനിക്ക് തോന്നുന്നു QX ഗ്ലോബലിൽ പിന്നെ ഫസ്റ്റ് ജോബ് പക്ഷേ എവിടെയാണ് കയറിയത്? വീഡിയോയിലാണ് കയറിയത്. ഓക്കെ. ബാംഗ്ലൂർ. അതിനുശേഷം ഇപ്പൊ KPMG. എത്ര വർഷം ഉണ്ടായിരുന്നു വീഡിയോയില്? അറൌണ്ട് 2 to 2.5 years ഉണ്ടായിരുന്നു. അസോസിയേറ്റ് ആയിട്ടാണ് കയറിയത്? ഞാൻ അസോസിയേറ്റ് ഓഡിറ്റ് അസിസ്റ്റന്റ് ആയിട്ടാണ് കയറിയത്. പിന്നെ അസോസിയേറ്റ് ആയി, പിന്നെ എക്സ്പീരിയൻസ് അസോസിയേറ്റ് ആയി. എത്ര വർഷം എടുത്തു? അറൌണ്ട് 2 to 2.5 years. ഇപ്പൊ കറന്റ്ലി KPMG ഇ ഗ്രേഡ് അല്ല ഡി ഗ്രേഡ് സീനിയർ റോൾ. നൈസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഒരു ട്രജക്ടറി കേൾക്കുമ്പോൾ ഇപ്പൊ എല്ലാവരുടെയും ഉള്ള ഒരു കറന്റ് ട്രെൻഡ് ആണ്. ഇപ്പൊ എല്ലാ സ്റ്റുഡൻസും പറയാം നേരെ 13 പേപ്പേഴ്സ് കഴിയുന്ന ബിഗ് 4 പോകുന്നത്. ബിഗ് ഫോർ എനിക്ക് തോന്നുന്നു ബിഗ് 4 പോവാണ്ട് വേറൊരു നല്ലൊരു MNCയിൽ പോയി അവിടുന്ന് ബിഗ് 4 കയറിയ ഒരാളാണ് ഇപ്പൊ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ. പോകുന്നു അവിടുന്ന് തിരിച്ച്. അത് പോസിബിൾ ആണോ? അപ്പൊ അത് പോസിബിൾ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ബിഗ് 4 ഉള്ളിൽ തന്നെ നമുക്ക് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെയില്ല. കാരണം ഞാൻ ജോയിൻ ചെയ്തത് വീഡിയോ ആയിരുന്നു. വീഡിയോ ഒരു നല്ല ഫേം ആയിരുന്നു. അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് സ്കില്ല് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബിഗ് 4 കയറിയത്. ഇപ്പൊ ബിഗ് 10 തന്നെ ഉള്ള എല്ലാ ഫേംസിനും അതിന്റേതായ റെപ്യൂട്ടേഷൻസ് ഉണ്ട്. ഇപ്പൊ വീഡിയോ ഉണ്ട്, ഗ്രാൻഡ് തോട്ടൻ ഉണ്ട്, RSM ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. മസേഴ്സ് എന്ന് പറഞ്ഞ കുറെ ഫേംസ് ഉണ്ട്. സോ അതിൽ എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരാൾ ഫിക്സ് ചെയ്യേണ്ടത് അവരുടെ ഡൊമൈൻ ആണ്. ACC എന്ന് പറയുന്നത് ഒരു വലിയൊരു ചാനൽ, ഒരു വെബാണ് നമുക്ക് പോകാനുള്ളത്, വലിയൊരു സ്ട്രീമാണ്. അതിനകത്ത് ഏത് ഡൊമൈൻ വേണമെന്ന് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം, എന്നിട്ടാണ് ജോബ് നോക്കണം. എനിക്ക് ആദ്യം കിട്ടിയത് QX ഗ്ലോബൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അവിടെ ഡൊമൈൻ എന്ന് പറഞ്ഞ അക്കൗണ്ട്സ് ആയിരുന്നു. അപ്പൊ
ഡെഫിനറ്റ്ലി ഞാൻ ടെംപ്റ്റഡ് ആയിരുന്നു, പക്ഷെ എനിക്ക് വേണ്ടിയിരുന്നത് ഓഡിറ്റ് ആയിരുന്നു. ഓഡിറ്റ് അപ്പം യു ഹാഡ് എ ക്ലാരിറ്റി ഇല്ല ഇന്ന ഡൊമൈനിലോട്ടാണ് എനിക്ക് പോകേണ്ടത്. കാരണം ഞാൻ ACC എടുത്തപ്പോൾ തന്നെ ഞാൻ ഏറ്റവും ACC എടുക്കുമ്പോഴാണെങ്കിലും ഒരു CA പെർസ്യൂ ചെയ്യുന്ന ആളാണെങ്കിലും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന 2 ഡൊമൈൻസ് ഓഡിറ്റും ടാക്സും ആയിരിക്കും. ACC ആണോ ഗോ ടു EY ഓഡിറ്റ് ട്രെൻഡ് ഉണ്ട്. പിന്നെ നമ്മൾ ആ പേപ്പർ പഠിക്കുമ്പോഴും നമുക്ക് പേപ്പേഴ്സ് ഉണ്ട്. ഈവൻ ACCയിൽ 2 പേപ്പറേ ഞാൻ പഠിക്കുന്ന, എന്റെ ഡൊമൈൻ ഓഡിറ്റ് ആണെങ്കിൽ പോലും 2 പേപ്പർ വരുന്നുള്ളൂ, ഡബിൾ ട്രിപ്പിൾ അതിന്റെ അഡ്വാൻസും വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഓഡിറ്റ് വേണമെന്ന് പേഴ്സണലി ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം അക്കൗണ്ടന്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ ജോജോ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അക്ഷയ് സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, അപ്പൊ നിങ്ങൾ പറഞ്ഞു അത് തന്നെയായിരുന്നു എന്നോട് ഡൊമൈൻ, ആ ഡൊമൈൻ നോക്കാൻ എന്തായാലും ഓപ്പർച്യൂണിറ്റി വരും, പക്ഷെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാനും നമ്മൾ കുറച്ച് കറേജ് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ദാറ്റ് കംസ് ടു വൺ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അതായത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എ സ്റ്റുഡൻറ് ടു റെക്കഗ്നൈസ് ദാറ്റ് ദിസ് ഷുഡ് ബി ഹിസ് ഡൊമൈൻ. അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രഞ്ജിത്തിനെ പോലെ തന്നെ എനിക്ക് ഓഡിറ്റിലോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ടാക്സിലോട്ടാണ്. വി ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ലൈക്ക് PM പഠിക്കുന്നുണ്ട് നമ്മൾ, കോസ്റ്റിങ്ങിലോട്ട് പോകാൻ വേണമെങ്കിൽ ഈവൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മറ്റേ ഒരുപാട് കമ്പനീസിലെ നമ്മുടെ ബി ഫ്രീ, അതല്ലെങ്കിൽ പേപ്പർ ചേസ്, ഇപ്പം JP മോർഗൻ, അവിടെ പല സ്ഥലത്തും പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാവരും ഈ ഓഡിറ്റിലോട്ട് തന്നെ പോകേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും ഈ ബിഗ് ഫോഴ്സിലോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഇസ് ടു റെക്കഗ്നൈസ് ദാറ്റ് ദിസ് ഷുഡ് ബി മൈ ഡൊമൈൻ, ടാക്സ് ആണ് എൻ്റെ ചോയ്സ്, അല്ലെങ്കിൽ ദിസ് ഇസ് മൈ കപ്പ് ഓഫ് ടീ എന്നൊരു സ്റ്റുഡൻറ്റ് മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അത് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻസ് ചെയ്തുകൊണ്ടിരിക്കും അത് എങ്ങനെയാ വിഷയം വരുന്നത്. എന്ന് വെച്ചാൽ എന്റെ ബാച്ചിൽ ഞങ്ങൾ 22 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 22 പേരിൽ എനിക്ക് തോന്നുന്നില്ല ആകപ്പാടെ ടാക്സ് എനിക്ക് തോന്നുന്നില്ല ആരും കൺസിഡർ ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഓഡിറ്റ് എന്ന് പറഞ്ഞ ഒരു മോട്ടീവിലാണ് നിന്നത്. അന്നെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ACCA CA എന്ന് പറയുമ്പോൾ ഓഡിറ്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റും വിസിബിലിറ്റിയും കിട്ടുന്ന ഒരു ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെല്ലാം ഓഡിറ്റിന്റെ പുറകെ പോയിട്ടുണ്ട്. പക്ഷെ ഡിഫറെന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നവരുണ്ട്. വൺസ് ഞാൻ ഒരു കോപ്പറേറ്റീവ് കയറി കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ടാക്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സെയിം ACCA ഫീൽഡ് എടുത്തവരുണ്ട്. പിന്നെ വേറെ പല ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം. കോസ്റ്റ് സീക്ക് ചെയ്ത് കോസ്റ്റിന്റെ പുറകെ പോകുന്നവരുണ്ട്. അപ്പോ ഒരാൾക്ക് ഡൊമൈൻ ഫിക്സ് ചെയ്താലേ അയാളുടെ റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാവും. ഇപ്പൊ എനിക്ക് ഓഡിറ്റ് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ജോബ് നോക്കുകയാണ്, ഞാൻ എന്ത് ജോബാണ് നോക്കേണ്ടത്? ഞാൻ അവിടെ കയറിയ വൈഡ് പെർസ്പെക്റ്റീവിൽ പലതരം ജോബ് കാണും. അപ്പൊ ഞാൻ ഓഡിറ്റാ നോക്കണ്ടെങ്കിൽ ആ ഓഡിറ്റ് ഫിൽട്ടർ ചെയ്ത് ഞാൻ നോക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ജോബ് കണ്ടുപിടിക്കാനും എളുപ്പം ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് വേണ്ട സ്കിൽ സെറ്റ്സ് ഡെവലപ്പ് ചെയ്യാനും നമുക്കത് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഈ ഓഡിറ്റ് എന്ന് പറയുന്ന ആ റോളിന് വേണ്ട രീതിയിലുള്ള സ്കിൽ സെറ്റ്സും അല്ലെങ്കിൽ ആ വർക്കിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ബിഫോർ ഹാൻഡ് അത് അറിയാം, അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു അപ്പർ ഹാൻഡ് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അപ്പം QX ഗ്ലോബൽ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു, വീഡിയോന്റെ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു, KPMG ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ തന്നെ 3 ഇന്റർവ്യൂ ഡെഫിനറ്റ്ലി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് രഞ്ജിത്ത്. കൂടുതലുണ്ടോ? അതിനകത്ത് കൂടുതലുണ്ട്. ഞാൻ വേറെ ഫേംസിന്റെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ക്രാക്ക് ചെയ്തിട്ടുണ്ട്. എവറി ഇന്റർവ്യൂ, എല്ലാ ഇന്റർവ്യൂ. ലൈക്ക് എന്താണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, എല്ലാ സ്റ്റുഡൻസിനുള്ള ക്വസ്റ്റ്യൻ മാർക്ക്. ഈവൻ ഇഫ് ഇറ്റ്സ് ഫോർ ആഫ്റ്റർ 9 പേപ്പേഴ്സ് ഓർ ഈവൻ ആഫ്റ്റർ ഗെറ്റിംഗ് ക്വാളിഫൈഡ്, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ വാട്ട് ദേ ഹാവ് ടു എക്സ്പെക്ട് എന്നുള്ളത്. ഇപ്പം എനിക്കറിയാം ഈ ഒരു ഷോ പലരും കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ടോക്ക് ഇപ്പം ഈവൻ ACC എടുത്തിട്ട് BT MA ഇരിക്കുന്ന കുട്ടികൾ വരെ, ഇനീഷ്യൽ പേപ്പേഴ്സിലുള്ള കുട്ടികൾ വരെ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ പറയാൻ, അല്ലെങ്കിൽ എല്ലാവരും ജനറൽ കമ്മ്യൂണിറ്റിയിലോട്ട് ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട്, ലൈക്ക് വാട്ട് ഷുഡ് ദേ എക്സ്പെക്ട് ഇൻ ഇന്റർവ്യൂ? എന്താണ് അവർ കോമൺലി ടെസ്റ്റ് ചെയ്യുക? അവിടെ കൗണ്ട് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ആണോ, കോൺസെപ്റ്റൽ ക്ലാരിറ്റി ആണോ, അതൊക്കെ അവർ ടെസ്റ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ ആദ്യം ഗോയിങ് ഫോർ only the subject related questions, അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ഏരിയ, അല്ലെങ്കിൽ സ്കിൽ സെറ്റ്സ്, എന്താ വാട്ട് ഇസ് ഇറ്റ്? ബേസിക്കലി ഒരു എൻട്രി ലെവൽ, ബേസിക്കലി ഒരു ACC അഫിലിയേറ്റ് അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് റോളിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നത്. ഇൻ ടേംസ് ഓഫ് ഓഡിറ്റാണ് ഞാൻ പറയുന്നത്, കാരണം ഞാൻ ഓഡിറ്റിലാണ് ഇന്റർവ്യൂ കൊടുത്തത്. അപ്പോൾ അവര് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ബേസിക് കമ്മ്യൂണിക്കേഷൻ. എന്തായാലും നമ്മൾ ബേസിക് കമ്മ്യൂണിക്കേഷൻ എന്തായാലും അവർ ചെക്ക് ചെയ്യും. അത് ഞാൻ പറയുന്നില്ല പ്രൊവിഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലെവലിൽ നമ്മൾ എത്തണമെന്നില്ല പറയുന്നില്ല. ഒരു ഇന്റർമീഡിയറ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അവര് കൺവേ ചെയ്യുന്ന സാധനം നമുക്ക് മനസ്സിലാവണം, നമ്മൾ കൺവേ ചെയ്യുന്ന സാധനം അവർക്ക് മനസ്സിലാവണം. ബേസിക്കലി നമുക്ക് എത്ര നോളേജ് ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നോളേജ് വേണം, കമ്മ്യൂണിക്കേഷൻ ആണ് കുറച്ച് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ടെക്നിക്കൽ നോളേജ് അതൊന്ന് നമുക്ക് അക്കൗണ്ടിങ് എന്താണ്, അല്ലെങ്കിൽ IFRS, മെയിൻലി IFRS ആയിരിക്കും. ഒരു ഓഡിറ്റിലേക്ക് പോകുന്ന ഒരാളെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ എന്താണെന്നും IFRSകൾ എന്താണെന്നും ആയിരിക്കും. പിന്നെ ഓഡിറ്റ് ടെർമിനോളജീസും ഒരു ടെസ്റ്റ്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ആറ്റിറ്റ്യൂഡ് അത് ഞാൻ പറഞ്ഞില്ല, എൻട്രി ലെവലിൽ അത്രയും ഫോക്കസ്ഡ് അല്ല. പക്ഷെ വൺസ് എൻട്രി ലെവൽ കഴിഞ്ഞ് ഇപ്പോ ഒരു സീനിയർ റോളിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ആറ്റിറ്റ്യൂഡ്,
കാരണം അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. നമ്മളിപ്പോ കോർപ്പറേറ്റിൽ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് അവരുടെ ഫേമിലേക്ക്, അവരുടെ കോർപ്പറേറ്റിലേക്ക് നമ്മളെ റിക്വയർ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആറ്റിറ്റ്യൂഡ്, ഒരു പ്രൊഫഷണലിസം വേണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജസ് ഇൻഫോർമൽ ആയി പോകുന്നുണ്ടോ സംസാരിക്കുന്ന ഇടയിൽ? കാരണം നമ്മൾ ഒരു കോർപ്പറേറ്റിൽ കയറി കഴിഞ്ഞാൽ പല ഡെസ്റ്റിനേഷനുള്ള ആൾക്കാരോട് സംസാരിക്കേണ്ടി വരും. അതെനിക്ക് തോന്നുന്നു അത് ടെസ്റ്റ് ചെയ്ത ഒരു പേപ്പർ വരെ ഉണ്ട് നമുക്ക് SBL. നമ്മൾ പലരും ആക്ടായിട്ട് പല രീതിയിൽ സംസാരിക്കേണ്ടത്. അങ്ങനെ ആ പ്രൊഫഷണൽ മാർക്കിന്റെ ഒരു ഇത് വരുന്നത്. കാരണം SBL 2 വട്ടം എഴുതിയോണ്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കും. ഇതൊക്കെ ശരിക്കും റെലവെന്റ് ആണല്ലേ? ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇനി നമ്മുടെ വർക്കിലോട്ട് വരാം. ഇന്റർവ്യൂ ക്രാക്ക് ചെയ്തു, യു ജോയിൻഡ് ഇൻ എ കോർപ്പറേറ്റ്, ആൻഡ് വാട്ട് വാസ് ദ കൾച്ചർ യു ഹാഡ് ദർ? രഞ്ജിത്തിന്റെ എന്ത് പേഴ്സണൽ ക്വാളിറ്റിയാണ് രഞ്ജിത്തിന് അവിടെ? ഇപ്പം രഞ്ജിത്ത് ഇസ് ഗെറ്റിംഗ് പ്രൊമോട്ടഡ്, രഞ്ജിത്തിന്റെ കരിയർ നോക്കി കഴിഞ്ഞാൽ മേലോട്ട് തന്നെ പോകുന്നോണ്ടിരിക്കുന്നത്. യു ആർ നെവർ സ്റ്റക്ക് ദർ അല്ലെ? അപ്പൊ അങ്ങനെ പോകാൻ വേണ്ടി രഞ്ജിത്തിനെ ഹെൽപ്പ് ചെയ്തത് എന്ത് സ്കിൽ സെറ്റ് ആണ്, അല്ലെങ്കിൽ രഞ്ജിത്തിന്റെ പേഴ്സണാലിറ്റിയിലല്ല എന്ത് ട്രേറ്റ് ആണ്? ലൈക്ക് ഞാൻ പറഞ്ഞില്ല, കമ്മ്യൂണിക്കേഷൻ ഒരു ഫാക്ടറാണ്. പക്ഷെ ഞാൻ ഭയങ്കര രീതിയിൽ അത്രയും പ്രൊഫഷണൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ ആസ് ആൻ അസോസിയേറ്റ് ലെവൽ ഞാൻ അത്ര അല്ലായിരുന്നു. കാരണം ഞാൻ ഒരു ബിറ്റ് സ്കേർഡ് ആയിരുന്നു. കാരണം എന്താണ് കോർപ്പറേറ്റ്, എങ്ങനെയാണെന്ന് നമ്മൾ ഫസ്റ്റ് നമുക്ക് അറിയാത്തൊരു സാധനം നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ എന്തായാലും പേടിച്ചു പോകും. അപ്പൊ അങ്ങനെ തന്നെയാണ് ഞാൻ വരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ ഇപ്പൊ വീഡിയോ, ഫോർ എക്സാമ്പിൾ എന്റെ ഫസ്റ്റ് ലെവലോ എന്റെ എൻട്രി ഫേം എന്ന് പറഞ്ഞ വീഡിയോ ആയിരുന്നു. വീഡിയോ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ലിങ്ക്ഡിനിൽ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ കണക്ട് ആയിരുന്നു. എങ്ങനെയാണ്, കാരണം എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വൺസ് കോർപ്പറേറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ വീഡിയോയിൽ ജോലി കിട്ടി എന്ന് പറയുമ്പോൾ അത് ഓഡിറ്റിലാന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ആ ഓഡിറ്റിൽ എല്ലാവരെയും നമുക്കറിയാം. പക്ഷെ ഓഡിറ്റ് തന്നെ പല ഇൻഡസ്ട്രീസ് ഉണ്ട്. ഞാൻ കണക്ട് ചെയ്ത ഓരോ ആൾക്കാർ വേറെ വേറെ ഇൻഡസ്ട്രീസും ആണ്, എന്റെ സ്വന്തം ഇൻഡസ്ട്രി അല്ല. അപ്പോ എനിക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇപ്പോൾ ഞാൻ ഒരു അസോസിയേറ്റ് ആയിട്ട് കയറുമ്പോൾ ചില വർക്കുകൾ അവർ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. വൺസ് അവർ എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, എന്താണെന്നൊന്നും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് മനസ്സിലാവണം, എന്നാലും എനിക്കത് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അവരൊന്നും കൂടെ കൺവേ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നുകൂടി ഈസിയാണ്. സോ യു ഷുഡ് ബി ആക്റ്റീവ് ഇനഫ് ടു ഗോ ആൻഡ് ടോക്ക് ടു എവ്രിവൺ, ഡിസ്കസ് വിത്ത് എവ്രിവൺ, ലേൺ എവറിത്തിങ് ഫ്രം എവ്രിവൺ. അങ്ങനെ ഒരു മെന്റാലിറ്റി വേണം എന്തായാലും. കണക്ഷൻസ് വേണം, ബേസിക്കലി ഡെഫിനറ്റ്ലി വേണം. കണക്ഷൻസ് വേണം. മോർ ഓവർ ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ ഒരാളും മൈൻഡ് ആക്കാൻ പോകുന്നില്ല. ഒരാള് ഒരു എക്സ്പെക്ടേഷനിലായിരിക്കും നമുക്കൊരു കാര്യം തരിക. വർക്കാണെങ്കിലും അവരിപ്പോ ഒരു നോളേജ് ഷെയർ ചെയ്യുകയാണെങ്കിലും കോച്ച് ചെയ്യുകയാണെങ്കിലും അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ഈ കോച്ച് ചെയ്യുന്നതുകൊണ്ട് നാളെ ഞാൻ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്കത് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ സീക്ക് ചെയ്തേ പറ്റുള്ളൂ. വൺസ് നമ്മളിപ്പോ മിണ്ടാതെ ഒരു വർക്ക് കിട്ടി ഒരു സൈഡിൽ കൂടെ പോവാന്ന് പറഞ്ഞാൽ അത് കോർപ്പറേറ്റിൽ നടക്കില്ല. ഡെഫിനറ്റ്ലി ഹെൽപ്പ് വേണ്ടടുത്ത് ഹെൽപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ നല്ലൊരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഞാൻ വീഡിയോയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സർക്കിൾ കാരണം എനിക്ക് കുറെ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വർക്കിൽ എനിക്ക് കുറെ ഡിഫിക്കൽട്ടീസ് വന്നപ്പോൾ അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടി. പക്ഷെ ആ നോളേജ് ഷെയർ ചെയ്തെന്ന് എന്റെ പല ഫ്രണ്ട്സും ആണ് വീഡിയോയിലെ. എനിക്കിത് പെട്ടെന്ന് ഓർമ്മ വന്നാണ്, നമ്മൾ ഇതുവരെ സംസാരിച്ചാൽ വർക്ക് ഇന്റർവ്യൂ സംസാരിച്ചു, നമ്മൾ പാക്കേജിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഐ നോ പാക്കേജ് ഇസ് ഡിഫറെന്റ് ഫോർ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അതൊക്കെയാണ് നമ്മൾ അവിടെ HR ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ഇന്റർവ്യൂ പെർഫോമൻസ്, ഹൗ കോൺഫിഡന്റ് വി ആർ, എല്ലാം ഫാക്ടേഴ്സ് ആണെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അപ്രോക്സ് പറയാണ്. ദാറ്റ് might not be a package which someone else is getting. അങ്ങനെ ആയിരിക്കണം എന്നില്ല. ബട്ട് സ്റ്റിൽ ഫോർ രഞ്ജിത്തിന്റെ എക്സ്പീരിയൻസിൽ വെൻ യു ജോയിൻഡ് ആഫ്റ്റർ 12 പേപ്പേഴ്സ്, QX-ലാണോ കയറിയെന്ന് പറഞ്ഞ ഫസ്റ്റ്? അല്ല, വീഡിയോയിൽ തന്നെ. എത്രയായിരുന്നു QX-ൽ തരുന്ന ഓഫർ വന്നത്? QX-ൽ അറൌണ്ട് എനിക്ക് തോന്നുന്നു 30K അവർ ഇൻ മന്ത്സിൽ 30K അവർ പറഞ്ഞുകൊണ്ടിരുന്ന പെർ മന്ത് അഫിലിയേറ്റ് ആയിരുന്നെങ്കിൽ. ഓക്കെ. വീഡിയോയിൽ പോയപ്പോൾ എന്തായി? വീഡിയോയിൽ ഇറ്റ്സ് വാസ് അറൌണ്ട് 3.3 to 4 lakh. സ്റ്റാർട്ട് ചെയ്തതിൽ അത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അറൌണ്ട് ഇനിയിപ്പോ ആര് ജോയിൻ ചെയ്യുകയാണെങ്കിലും ആസ് എ ഫ്രഷർ 3ന്റെയും 4ന്റെയും ബിറ്റ്വീൻ ആവാനാണ് ചാൻസസ് ഹയർ. ഞാൻ പറഞ്ഞില്ല, ഡിപ്പെൻഡിങ് ഓൺ പീപ്പിൾ, അവർക്ക് എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യാൻ പറ്റിയ HR-നെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ ചിലപ്പോൾ കൂടായിരിക്കും. അവർക്കും അതിന്റേതായ താഴോട്ടും പോവാം മേളിലോട്ടും പോവാം. കാരണം അതിലും കുറഞ്ഞ് ചിലപ്പോൾ ജോയിൻ ചെയ്യുന്നവരുണ്ടാവാം. അത് കാരണം ഇനീഷ്യലി നമുക്ക് എന്തായാലും ബാർഗൈനിങ് പവർ ഉണ്ടാവില്ല. അസോസിയേറ്റ് ഒരു എൻട്രി ലോബിലേക്ക് എന്തായാലും അവർക്കും അറിയാം നമ്മളും ഒരു ജോബിന് വേണ്ടി ഹണ്ട് ചെയ്യുന്ന ഒരാളാന്ന് പറയുമ്പോൾ അവരും അതെന്തായാലും എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി. അതിനുശേഷം ഡിപ്പെൻഡിങ് അപ്പോൺ പീപ്പിൾ. അവിടെ പ്രൊമോഷൻ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? പ്രൊമോഷൻസ് ഉണ്ടാവും. ഓർഗാനിക് ആയിട്ട് എത്ര ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ
ഓഡിറ്റ് അസിസ്റ്റന്റ് ആയിട്ടാണ് വീഡിയോയിൽ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ അസോസിയേറ്റ് ആയി, പിന്നെ ഞാൻ എക്സ്പീരിയൻസ് അസോസിയേറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ KPMG മൂവ് ആയപ്പോഴാണ് ഓഡിറ്റ് എക്സിക്യൂട്ടീവ് ആയ റോളിലേക്ക് മാറിയത്. ഓഡിറ്റ് എക്സിക്യൂട്ടീവ് ഇയർ ഓൺ എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അത് എത്ര വർഷം എടുത്തു? 2 years അല്ലേ? 2-3 years. വീഡിയോയിൽ എനിക്ക് ഒരു 2.5 years എടുത്തു. ഫസ്റ്റ് ജോബ് ടു നൗ 2 to 3 years. 2 to 3 years. അതിൽ എത്ര ഹൈക്ക് വന്നിട്ടുണ്ട്? ജസ്റ്റ് ടു നോ ദാറ്റ് ഹൗ മച്ച് യു ബിൻ ഗെറ്റിംഗ് ബെറ്റർ ഇൻ യുവർ ഫിനാൻഷ്യൽ. അത് ആ ഒരു കാര്യം വേണ്ടി അറിയാം. ആക്ച്വലി ഞാനതെങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാനാണ്, എന്തായാലും അറൌണ്ട് എന്തായാലും 100% ഹൈക്ക് ഡെഫിനറ്റ്ലി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഉണ്ടാവും. കാരണം കിട്ടാത്തവരുമില്ലേ? ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, അത് ഡിപ്പെൻഡിങ് അപ്പോൺ പീപ്പിൾ ഞാൻ പറയുള്ളൂ. കാരണം ഓരോ പ്രൊമോഷൻസ് വരുമ്പോഴും ഓരോ കമ്പനിക്ക് ഓരോ പോളിസീസ് ഉണ്ടാവും. അവർക്കൊരു ഓർഗാനിക് ഗ്രോത്തിന് അവരുടേതായ ഡിറ്റർമൈൻ ചെയ്ത ഒരു ഡെസിഗ്നേഷൻ ഇത്ര ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഡെഫിനറ്റ്ലി നമ്മൾ ഇപ്പൊ ഞാനൊരു എക്സ്പീരിയൻസ് അസോസിയേറ്റ് ആണ്, എന്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് അസോസിയേറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ പറയില്ല ഞാനും അവന്റെയും ഡെസിഗ്നേഷൻ ഒന്നായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരേ പേ തരണമെന്ന് ഒരിക്കലും ഒരു കമ്പനി പറയില്ല. അതിപ്പോ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും. ഇപ്പൊ ഞാൻ ഏൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഏൺ ചെയ്യുന്നവരുണ്ടാവും എന്റെ കമ്പനിക്ക്. ഒരിക്കലും നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ക്ലോസ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു 4 തുടങ്ങിയ ഇപ്പൊ 8 to 10 എന്തായാലും ഈ ഒരു 3 yearsനുള്ളിൽ എന്തായാലും അതെ. നമ്മൾ കമ്പനീസിലോട്ട് മാറുമ്പോൾ നമുക്ക് പിന്നെയും കുറെ പേർക്സ് ഇല്ലേ? ഇപ്പൊ ഈ ജോയിനിങ് ബോണസ് ഉണ്ടാവും, ഫാക്ടേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഫിക്സഡ് പാക്കേജും ഉണ്ടാവും, അതേമാതിരി തന്നെ വേറെ പാക്കേജസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, അതും ഡിപ്പെൻസ് എന്നേ ഞാൻ പറയുള്ളൂ. ഓരോരുത്തർ ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും പ്രോഗ്രസ് ചിലപ്പോൾ നന്നായിട്ട് എന്നെക്കാട്ടിലും നന്നായിട്ട് പെർഫോമൻസും പേ കിട്ടുന്ന ആൾക്കാരും ഉണ്ട്, അതർ സൈഡും ഉണ്ട്. ഞാൻ ഇതിലോട്ട് സ്ട്രെസ് ചെയ്ത് വേറൊന്നുമല്ല, കാരണം എപ്പോഴും ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റുഡൻസ് ഇതാണ്, ലൈക്ക് എൻട്രിക്ക് നമുക്ക് എത്ര കിട്ടുക. ബട്ട് വി ഹാവ് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് there are situations where we'll have to go for a minimum. പക്ഷെ അതിനർത്ഥം നമുക്ക് നാളെ മേലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതല്ല. നമ്മൾ വർക്ക് ചെയ്ത് തന്നെയാണ് ആ ഒരു ഹൈക്കിലോട്ട് 100%, 150% ഹൈക്കിലോട്ട് പോകുന്നത്. ഇറ്റ് ടേക്സ് ടൈം. എന്തായാലും എൻട്രി വൈസ് ഞാൻ ആരെ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരാൾക്ക് 15 to 20 lakhs കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മേളിൽ കയറി പിടിക്കുന്നത് ആദ്യം ബേസ് സെറ്റ് ആണ്. ബേസ്ഡ് ഓൺ ബേസ് നമ്മുടെ സ്കിൽസ് ഒബ്വിയസ്ലി അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ഡെസിഗ്നേഷൻ കയറുന്ന അനുസരിച്ച് നമ്മുടെ പാക്കേജസ് റേഞ്ച് മാറും. വൺസ് നമുക്ക് സ്കിൽ ആഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, വീഡിയോ ആണ് എന്റെ ഇനീഷ്യൽ ജോബ്. അവിടുന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ല, എന്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കുറെ നോളജ് കിട്ടിയിട്ടുണ്ട്, എന്റെ ടീമിൽ നിന്ന് കുറെ നോളജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് ഡെവലപ്പ് ചെയ്ത ഒരു സ്കില്ല് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ബിഗ് 4ലേക്ക് കയറിയത്. ഞാൻ ഔട്ട് ഓഫ് ബിഗ് 4 ആയിരുന്നു, അവിടെ കയറി. അപ്പോൾ അവിടെ കയറുമ്പോൾ അതിൻ്റെതായ ഒരു പാക്കേജ് ഡിഫറൻസും ഉണ്ടാവും നമുക്ക്. We think we had a lot of talk for packages. വേണ്ട, നമുക്കിനി ബാക്കി കാര്യങ്ങളോട് എടുക്കാം. അപ്പം വർക്കില് രഞ്ജിത്തിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ചില ലേൺ ചെയ്ത എഡീഷണൽ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, എഡീഷണൽ സ്കിൽ സെറ്റ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ കമ്മ്യൂണിക്കേഷന്റെ റെലവൻസ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ അതേപോലെ തന്നെ ലെറ്റ്സ് സേ ഇപ്പം ഈവൻ ദോ ഓരോ കമ്പനിക്കും അതിന്റെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പം നിങ്ങൾ യൂസ് ചെയ്തിരുന്ന ഞാൻ വീഡിയോയിൽ യൂസ് ചെയ്തിരുന്ന APT എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വൗച്ചിങ് ആ പരിപാടിയൊക്കെയാണോ? അല്ല, നമ്മുടെ വർക്ക് പ്രോപ്പർ ആയിട്ട് നടക്കുന്ന ആ എൻവയോൺമെന്റിലാണ്. അത് യൂസർ ഫ്രണ്ട്ലി ആണോ? ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. ഇവൻ ദോ ഇപ്പോ ഏത് ബിഗ് ഫോഴ്സ് ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും അവരുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി തന്നെ ആയിരിക്കും. വൺസ് നമുക്കൊരു ടൈം ഉണ്ടാവും, ഒരു സ്പാൻ ഓഫ് ടൈം ഉണ്ടാവും, ഒരു 1 to 2 months അല്ലെങ്കിൽ 2 to 3 months ഉണ്ടാവും അതായിട്ട് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. സോഫ്റ്റ്വെയർ ഡെഫിനറ്റ്ലി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പൊ അതിന് പുറമേ ഇല്ലേ, ഇപ്പൊ ആ സോഫ്റ്റ്വെയർസ് അവിടെ നിന്നോട്ടെ, ബട്ട് ലെറ്റ് മീ ആസ്ക്, അതിന് പുറമെ നമുക്ക് ഈ ഒരുപാട് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടാസ്ക് ആകുമ്പോൾ ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ടു ഹാവ് യുവർ ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ് ലൈക്ക് എക്സൽ, യുവർ ടൈപ്പിംഗ്, യുവർ ബേസിക് എക്സൽ സ്കിൽസ്. അത് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു അല്ലെങ്കിൽ റെലവെന്റ് ആണോ, അല്ലെങ്കിൽ എത്ര യൂസ്ഫുൾ ആയിരുന്നു രഞ്ജിത്തിന്റെ വർക്ക് ലൈഫിൽ? യൂസിംഗ് ദ സോഫ്റ്റ്വെയർസ് ഓൺ ദി അതർ ഹാൻഡ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പിന്നെ എക്സൽ ആയിരിക്കും സെക്കൻഡ്. ഡെഫിനറ്റ്ലി എന്റെ ഫസ്റ്റ് ജോബിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എക്സൽ. എനിക്ക് എക്സലിൽ കുറച്ച് അറിവുണ്ടായതുകൊണ്ടാണ്. കാരണം ഒരു ഓഡിറ്റ് അസോസിയേറ്റ് ആയിട്ട് ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ അവരിലേക്കുള്ള എക്സ്പെക്ടേഷൻ മിനിമൽ ആയിരിക്കും. കാരണം നമുക്കും അറിയാം അവർക്ക് എക്സ്പോഷർ കിട്ടിയിട്ടില്ല, വർക്കിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് എക്സൽ അറിയാമെങ്കിൽ അതൊരു ആഡ് ഓൺ നോളേജ് ആണ്. ബിക്കോസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് അപ്പൊ പെർഫോം ചെയ്യാം. ശരിക്കും ബേസിക് റിക്വയർമെന്റ് ആണല്ലേ എക്സൽ. ഞാൻ പറയുമ്പോൾ ഡെഫിനറ്റ്ലി അന്ന് ഞാൻ കുറച്ച് എക്സൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതെനിക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ബെനിഫിറ്റ് പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ വീഡിയോയിലെ ഫ്രണ്ട്സ്, എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ പുള്ളിയും എക്സലിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു തന്ന കുറെ ട്രിക്സ് കൊണ്ട് അത് എന്റെ ടീമിൽ, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഡിഫറെന്റ് ടീംസ് ചെയ്യുന്നതായിരുന്നു, എന്റെ ടീമിൽ അത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എനിക്കൊരു വിസിബിലിറ്റി കിട്ടും. കോർപ്പറേറ്റിൽ ഞാൻ പറഞ്ഞല്ലോ നോളേജ് ഒരു ഫാക്ടറാണ്, പക്ഷെ വിസിബിലിറ്റി എന്ന് പറയുന്നത് അതും വലിയൊരു ഫാക്ടർ തന്നെയാണ്.
ഈവൻ ദോ റെക്കഗ്നൈസ്ഡ് അല്ലേ? നമുക്കൊരു വലിയ നോളേജ് ഉണ്ട്, ടെക്നിക്കലി ഗിഫ്റ്റഡ് ആണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. പക്ഷെ നമുക്ക് വിസിബിലിറ്റി ഇല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഡീമെറിറ്റാ. ബിക്കോസ് കോപ്പറേറ്റ് ഉള്ള എല്ലാവരും സ്കില്ലുള്ള ആൾക്കാരാണ്. അതൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് കാണാറുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അവിടെ വിസിബിലിറ്റിക്ക് നല്ല പ്രയോറിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു ലൈക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു വർക്ക് ഓൺ യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈവൻ വെൻ യു ആർ എൻ ACCA സ്റ്റുഡൻറ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് മാറ്റുക, കുറച്ചും കൂടെ പ്രസന്റേഷൻ സ്കില്ലിൽ ഇമ്പ്രൂവ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, അതേപോലെ ഈ ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ് നോളേജ്, എക്സൽ ആയിക്കോട്ടെ, പവർ BI ആയിക്കോട്ടെ, അങ്ങനത്തെ ഡാറ്റ വിഷ്വലൈസേഷൻ, അനലിറ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നന്നാവും തന്നെയാണ്. ഡെഫിനറ്റ്ലി. ഞാനൊരു ഇൻട്രോവേർട്ട് അല്ലെങ്കിലും ഞാൻ ഷൈ ആന്നുള്ള ഒരു അക്ഷയ് സാറിന് അറിയാലോ. ഞാൻ പലയിടത്തും ഇങ്ങനെ എനിക്ക് സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് എലാൻസി വന്നപ്പോൾ നമുക്ക് എലാൻസ് ഫിയസ്റ്റ് അങ്ങനത്തെ കുറെ പരിപാടികൾ, എക്സ്ട്രാ കരിക്കുലർ പരിപാടികൾ, ആ പരിപാടികൾ വന്നപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ ഗോയിങ് ഫോർവേഡ് അത് യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും കോർപ്പറേറ്റിൽ അത് യൂസ്ഫുൾ ആവും. ഞങ്ങളത് എപ്പോഴും ഞങ്ങളത് കുട്ടികളോട് പറയാറുണ്ട്, ലൈക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു യുവർ ബുക്സ്. അതല്ല, ഇഫ് യു വോണ്ട് എ സക്സസ്ഫുൾ കരിയർ, അതിന് പുറമെ ആസ് എ പേഴ്സൺ, ആസ് എ ക്യാരക്ടറിസ്റ്റിക് കുറെ നല്ല ക്യാരക്ടറിസ്റ്റിക് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്, ഇവോൾവ് ചെയ്യേണ്ടതുണ്ട് ടു എ ബെറ്റർ സെൽഫ് അല്ലേ? അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. അതും ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന അത്ര തന്നെ ഇമ്പോർട്ടന്റ് അല്ല, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഞാൻ അതിന്റെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് വർക്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ നമ്മള് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗെറ്റിംഗ് തിങ്സ് ഡൺ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പ്രസന്റ് ചെയ്യേണ്ടടുത്ത് അത് പ്രസന്റ് ചെയ്യണം. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ വർക്ക് ചെയ്തതിൽ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ നമുക്കും കിട്ടില്ല, അവർക്കും കിട്ടില്ല. അത് ബേസിക് ആണ്. ഇത് പറയുന്നതിന് ഇടയ്ക്കൊരു കാര്യം പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തത് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, ഹൗ ടു എൻഡ് അപ്പ് ഇൻ എ ഫസ്റ്റ് ജോബ്. ഒരു ഫസ്റ്റ് ജോബ് എങ്ങനെയാണ് നേടുക, അല്ലെ എങ്ങനെയാണ്, ആരും വീട്ടിൽ വന്ന് വിളിക്കില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ലൈക്ക് എന്തൊക്കെ നെറ്റ്വർക്കിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? വെൻ ഇറ്റ് കംസ് ടു നെറ്റ്വർക്കിംഗ്, ലിങ്ക്ഡിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്? ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, ലിങ്ക്ഡിൽ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യുക, നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യുക, അതിൽ കണക്ട് ആവുക ആൾക്കാരായിട്ട്. അതൊക്കെ ജോബ് ഹണ്ടിന്റെ സമയത്തും രഞ്ജിത്തിന് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? അതിനിങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല, നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് റൂൾ ഒന്നുമില്ല. ബിക്കോസ് ഞാൻ ഇനീഷ്യലി ഞാൻ പറഞ്ഞില്ല 12 പേപ്പേഴ്സിൽ ഞാൻ ഒന്ന് സ്റ്റക്ക് ആയപ്പോ ആ ഒരു പാനിക്കിലാണ് ഞാൻ ജോബിലേക്ക് മാറാൻ. ഞാൻ ഇനീഷ്യലി ACCA എടുത്തപ്പോൾ എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ജോബിൽ കയറാൻ ഒരു പ്ലാനും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ വൺസ് കോവിഡ് ഹിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് എനിക്കൊരു പേപ്പറും കൂടെ പെൻഡിങ് വന്നപ്പോഴാണ് ഞാൻ ജോബിലേക്ക് നോക്കാൻ. അവിടെ വെച്ചൊരു ഒരു ചോദ്യം മനസ്സിൽ വന്നത്, സോറി ടു ഇന്ററപ്റ്റ്, ബട്ട് 9 പേപ്പേഴ്സ് കഴിഞ്ഞിട്ട് അപ്പൊ കയറുന്ന ആൾക്കാരുണ്ട്, 13 പേപ്പേഴ്സ് വരെ പഠിച്ച് പാസ്സായിട്ട് മാത്രം കയറണം എന്ന് വിചാരിച്ച രഞ്ജിത്തിനെ പോലെ ആൾക്കാരുണ്ട്. രഞ്ജിത്ത് സജസ്റ്റ് ചെയ്യാം, ഇപ്പൊ ലെറ്റ്സ് സേ കോൺട്രാക്ട് വൈസ് നമുക്കൊരു വർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി എന്ന് വിചാരിക്കും, 9 പേപ്പേഴ്സേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ചാൽ, അപ്പോൾ വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? അത് എടുക്കണോ എടുക്കണ്ടേ? ലൈക്ക് ഇപ്പത്തെ ഒരു സിനാരിയോ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, കറന്റ് സിനാരിയോ ഇപ്പൊ നിൽക്കുന്ന ലെവൽ വെച്ചിട്ട്, എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്. ബിക്കോസ് എന്റെ ഇനീഷ്യൽ തോട്ട് വാസ് 13 പേപ്പേഴ്സ് എന്നായിരുന്നു. പക്ഷെ ഞാൻ അതിന് മുന്നേ കയറിയെങ്കിൽ ഞാനും പറയുന്നതാണ്, ഇപ്പൊ ഒരു 9 പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്കൊരു ജോബ് ഓഫർ വരികയാണെങ്കിൽ, ഞാൻ പറയുന്നത് അപ്പോഴും കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എടുക്കാനേ ഞാൻ പറയുള്ളൂ. അത് കോൺട്രാക്ട് ബേസിസ് ആണെങ്കിൽ പോലും നമുക്ക് ഉദ്ദേശിച്ച ഫേമിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അറ്റ്ലീസ്റ്റ് ഡൊമൈനിൽ കിട്ടുകയാണെങ്കിൽ എടുക്കാനേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഈ 9 പേപ്പേഴ്സ് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി അവർ പോകുന്നത് എന്താ, ബാക്കി പ്രൊഫഷണലിൽ 4 പേപ്പർ കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവരുടെ ഡെഫിനറ്റ്ലി എയിം എന്താ, ബിഗ് ഫോഴ്സിൽ കയറുക. അപ്പോൾ ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ഉള്ളത് നല്ലത് തന്നെയാണ്. ഈവൻ 3 months ചിലപ്പോൾ അവർക്കൊരു പുതിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെ ഗിഫ്റ്റ് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടന്റ്. ലിങ്ക്ഡിൻ, അതേ പറഞ്ഞത് 12 പേപ്പേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ലിങ്ക്ഡിനിൽ സെയിം നമ്മൾ കമ്പനീസിന്റെ പേര് നമുക്കറിയാം, കമ്പനീസ് സെർച്ച് ചെയ്യുന്നു, അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ നോക്കുന്നു. നമ്മൾ എന്തെങ്കിലും ആൾക്കാരായിട്ട് അവിടുത്തെ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ്. അതാണ് ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ്. ഈവൻ ഇൻ മൈ കേസ് ഓൾസോ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സീക്കർ ആകുമ്പോൾ നമുക്കൊരു തേഴ്സ്റ്റ് ഉണ്ടാവും. നമ്മൾ അതുകൊണ്ട് ആ തേഴ്സ്റ്റിൽ നമ്മളിപ്പോ കാണുന്ന എല്ലാവർക്കും നമ്മൾ ചിലപ്പോൾ പിങ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ അതല്ല ശരിക്കും ഒരു പ്രൊഫഷണലിസം. ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്കൊരു റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ജോബ് ഇപ്പൊ ഒരാൾ ഒരു പോസ്റ്റ് ഇടുകയാണ്, റിക്വയർമെന്റ്സ് ഉണ്ട്, ഇന്ന റിക്വയർമെന്റ്സ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ആ റിക്വയർമെന്റിൽ മീറ്റ് ആവുന്നുണ്ടോ എന്നാണ്. ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മൾ ആ റിക്വയർമെന്റ് മീറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മളിപ്പോ അയാൾക്ക് ഒരു ചങ്ക് ഓഫ് മെസ്സേജ് അയച്ചാൽ പോലും ചിലപ്പോൾ തിരിച്ച് റെസ്പോണ്ട് പോലും ചെയ്യില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി പിന്നെ ഒരാൾക്ക് ചിലപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ആവാൻ ചാൻസസ് ഉണ്ട്. കാരണം ആ ഒരു റിക്വയർമെന്റ് അല്ലാതെ കുറെ മെസ്സേജസ് കിട്ടിക്കൊണ്ടിരിക്കില്ല.
ചെന്ന് ഒരു അക്കൗണ്ട് കയറി ഹൈ 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 സ്പാം ചെയ്യുന്ന ഒരു പരിപാടി അത് പാടില്ല. ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല. അപ്പോ റിക്വയർമെന്റ് മീറ്റ് പ്രോപ്പർ ടെംപ്ലേറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. ടു ഇൻട്രൊഡ്യൂസ് അവർസെൽസ്, നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇൻ എ വെരി സ്മോൾ സ്പാൻ ഓഫ് ടൈം, ഇൻ എ വെരി സ്മോൾ മെസ്സേജ് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ പ്രൊഫഷണലിസം. ഹൈ ബ്രോ, നോ, ഇല്ല, പറ്റൂല. നമ്മള് ഒരു പ്രൊഫഷണലിസം വെച്ച് സംസാരിക്കണം. ലിങ്ക്ഡിനൊപ്പം ശരിക്കും പറഞ്ഞാൽ 9 Peoples കഴിയുന്ന ഒരു സമയം മുതൽ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പാർട്ടി ക്വാളിഫൈഡ് ആവുന്ന മുതൽ തന്നെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് തന്നെ ഒരു സാധനമാണ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എനിക്ക് തോന്നുന്നു 12 Papers ആയപ്പോഴാണ്, അതിന് മുന്നേ ഞാൻ ജസ്റ്റ് സെറ്റപ്പ് ചെയ്തു. എനിക്ക് എന്താ അത് എങ്ങനെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം എന്നൊന്നും അറിയില്ല. 12 Papers കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനകത്ത് ഒന്നുകൂടെ ഡിഗിൻ ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ആ ഒരു കോവിഡ് ടൈം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ. അത് പലരും നമ്മൾ അറിയാതെ പോയി, ഈവൻ ഞാൻ പോലും അറിയാതെ പോയി. പിന്നെ എനിക്ക് ലിങ്ക്ഡിൻ ത്രൂ അല്ല, പിന്നെ ഒരു ഫ്രണ്ട് സർക്കിൾ വഴിയാണ് എനിക്കൊരു റെഫറൽ. പിന്നെ ഞാൻ വീഡിയോ റൈസിനെ കുറിച്ച് അറിയുന്നു. എനിക്ക് പ്രീവിയസ്ലി ഒരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു, സഞ്ജു സാറ്, പുള്ളി റെഫർ ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ എൻഡപ്പ് ആയത്. റെഫറൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. വീണ്ടും ഞാൻ സംസാരിച്ചു വരുമ്പോൾ you have been successful in a very short span of time. ഇയാൾ ഉദ്ദേശിച്ചൊരു എയിം, അത് സക്സസ്ഫുൾ ഇൻ ദ സെൻസ് നോട്ട് ഇൻ ടേംസ് ഓഫ് മണി, ബട്ട് ഇയാൾ ഉദ്ദേശിച്ചൊരു ജോബിലേക്ക്, ഇയാൾ ഉദ്ദേശിച്ചൊരു പ്രൊഫഷനിലേക്ക് എത്താൻ ഇയാൾക്ക് പറ്റിയിട്ടുണ്ട്. രഞ്ജിത്തിന് എന്തുകൊണ്ടും പറ്റിയിട്ടുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫസ്റ്റ് ഡേ വെൻ യുവർ മം കെയിം ടു എലാൻസ് ആൻഡ് കൈ പിടിച്ചുകൊണ്ട് രഞ്ജിത്ത് വന്ന ആ മൊമെന്റ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. വി ആർ പേഴ്സണലി സോ കണക്റ്റഡ് അന്ന് മുതൽ. അപ്പം അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, ലൈക്ക് ഹൗസ് ഇറ്റ് ഫാമിലിയിലൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ, ഫാമിലി ഫ്രണ്ട് സർക്കിളിലൊക്കെ വാട്ട് റെക്കഗ്നിഷൻ ആർ യു ഗെറ്റിംഗ്? Not because you are an ACCA, but because you achieved something. അതുകൊണ്ട് ഡെഫിനറ്റ്ലി. കാരണം ഒരു ഇഷ്ടപ്പെട്ട ഒരു ജോബിൽ എൻഡപ്പ് ആവുക എന്നുള്ളത്, വാട്ട് എവർ ബി, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ആ ഒരു ജോബിൽ എൻഡപ്പ് ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹാപ്പി തന്നെയാണ്. മോർ ഓവർ ആ ഒരു കോഴ്സിനെ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് പിന്നെ ഒരു ആഡ് ഓൺ തന്നെ. പിന്നെ നമ്മളെ ഇവൻ മോർ ഹാപ്പി ആക്കുക എന്നുള്ള സീനാണ്. ഞാൻ ഒരു ACCA മെമ്പറാണ്. ഈവൻ ആ കോൺവെക്കേഷൻ പോലും ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ് ആക്ച്വലി അതൊക്കെ. മീൻസ് അതൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ എലാൻസിലെ മെമ്മറിമാർക്ക് തന്നെ എപ്പോഴും എന്റെ പ്രൊഫൈലിൽ കീപ്പ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് മെമ്പർഷിപ്പിന്റെ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു വീഡിയോ രജിത്തിന്റെ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് ക്ലാസ് റൂമിൽ പഠിക്കുന്ന ഒരു വീഡിയോ, അതായത് ഈ ക്വാളിഫൈ ആയ സമയത്ത് നമ്മൾ സ്റ്റോറി ആക്കി കേട്ടിട്ട് എന്റെ ഇൻസ്റ്റാ ഹൈലൈറ്റിലുണ്ട് അത്. ഓക്കെ ഫൈൻ, അതല്ല ഞാൻ ചോദിക്കട്ടെ. അപ്പം അവിടെ ജസ്റ്റ് ഫോർ ദ സ്റ്റുഡൻസ് അതേ ചോദിക്കുന്നത്. എല്ലാവരും രഞ്ജിത്ത് യു ടുക്ക് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ടു ക്ലിയറിംഗ് SBA അല്ലേ? ചിലർ കൂടെയുള്ള ഒരു ഫസ്റ്റ് ടൈം പാസ്സായി പോയിട്ടുണ്ട്. അപ്പൊ ഈ അൺനെസസറി കമ്പാരിസൺ രഞ്ജിത്ത് നിന്നിട്ടില്ല. അവൻ കുറെ സമയം എടുത്തു, ഞാൻ അതിനെക്കാട്ടും കൂടുതൽ എടുക്കുന്നു എന്നുള്ള കമ്പാരിസൺ നിന്നിട്ടില്ല. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രോഗ്രഷൻ എപ്പോൾ ഒരുമിച്ചാവണമെന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഞാൻ കാണാറുണ്ട്. അയ്യോ പാസ്സായി, ഞാൻ പാസ്സായിട്ടില്ല. അങ്ങനെ എന്താ പറയാനുള്ളത്? യു ടേക്ക് യുവർ ടൈം എന്ന് തന്നെയല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്കറിയില്ല ഇത് എത്രത്തോളം റെലവെന്റ് ആണ്. ബിക്കോസ് ഞാൻ ഭയങ്കര ഗിഫ്റ്റഡ് ആയിരുന്നു. കാരണം എനിക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 21 പേരുണ്ടായിരുന്നു. ഞങ്ങളെ ഒരു സർക്കിളിൽ എനിക്ക് തോന്നുന്നില്ല, ഞങ്ങളെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. മോർ ഓവർ സ്റ്റഡി ബഡി എന്നുള്ള സീനാണ്. കാരണം ഞങ്ങൾ കൂടുതൽ തന്നെ ഞങ്ങൾ ഫീൽ ആവുന്നവരുണ്ടായിരുന്നു. പക്ഷെ നെക്സ്റ്റ് അറ്റംപ്റ്റില് ഞങ്ങൾ ഒരു പേപ്പർ എടുക്കുമ്പോൾ അവർ 2 പേപ്പർ എടുക്കും, അവരെടുത്ത് പാസ്സാവും. അവർ 2 പേപ്പർ എടുക്കുന്നതുകൊണ്ട് ഞാൻ 2 പേപ്പർ എടുക്കാറില്ല. ഞാൻ എന്റെ സേഫ് സോണിൽ തന്നെയാണ് ഞാൻ നിൽക്കാറ്. ബിക്കോസ് എന്റെ കേപ്പബിലിറ്റി, എന്റെ എബിലിറ്റി എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ എത്രത്തോളം നിൽക്കണം. കാരണം ഒരാളുടെ പ്രോഗ്രഷൻ നോക്കിയിട്ട് നമ്മൾ പ്രോഗ്രസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പ് ആവാൻ ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്റ്റഡി ബഡി വേണം. എനിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ബിക്കോസ് ഞാൻ ഗ്രൂപ്പാണ് എപ്പോഴും. എനിക്ക് അങ്ങനത്തെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, ജോണ്, ജെറിൻ, അങ്ങനെ പേരെടുത്ത് പറയാൻ എന്റെ ഇവിടെ എന്റെ കമ്പനിക്കാരുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് മനസ്സിലാത്ത പല കാര്യങ്ങളും അവർ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. എന്റെ കസിൻസ് ഒക്കെ ഇപ്പൊ ACCA പഠിക്കുന്നുണ്ട്. ഒരാൾ ഇപ്പൊ ACCA അഫിലിയേറ്റ് ആയിട്ടുണ്ട്. അതിന്ന് ഇപ്പം കോർപ്പറേറ്റിലോട്ട് മാറുമ്പോൾ അവിടുന്ന് അപ്പിയേഴ്സ് മാറി. അവിടെ CA-കാരുണ്ട്, SSA-കാരുണ്ട്, CPA-കാരുണ്ട്, CMA-കാരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഫഷണൽസിന്റെ ഇടയിലോട്ടാണ് ഒരു വർക്ക് ലൈഫിലോട്ട് ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അവിടെയും വാട്ട് വാല്യൂ ഡു യു തിങ്ക് ACCA ഹാസ്? ഇൻ ടേംസ് ഓഫ് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ, എന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, അതിന് കോർപ്പറേറ്റിൽ കയറുമ്പോൾ എൻട്രിയിൽ അതിനൊരു വാല്യൂ ഉണ്ടാവും. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ എന്റെ ക്വാളിഫിക്കേഷനെ ഹെൽപ്പ് ചെയ്യും കോർപ്പറേറ്റിലേക്ക് എൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ വേറെ പ്രൊമോഷൻസ്, അങ്ങനെ അതർ ഫാക്ടേഴ്സ് വരുമ്പോൾ ഇത് കൺസിഡർ ചെയ്യും. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ കാര്യങ്ങളില്ലേ?
ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു എൻട്രി ലെവലിനും ലെവലും പിന്നെ ഈ പ്രൊമോഷനും പിന്നെ അതർ ഫാക്ടേഴ്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് ഒരു അപ്പർ ഹാൻഡ് എഡ്ജ് ഉണ്ട്. പക്ഷെ വൺസ് കോർപ്പറേറ്റിൽ കയറി കഴിഞ്ഞാൽ ഇറ്റ്സ് ഡെസിഗ്നേഷൻ. ഈ ഡെസിഗ്നേഷനിൽ എൻഡപ്പ് ചെയ്യാൻ വേണ്ടി എന്നെ ക്വാളിഫിക്കേഷൻ സഹായിക്കുന്നുണ്ട്. അതിപ്പോ വാട്ടർ ബി ഏത് കോഴ്സ് ആണെങ്കിലും ACCA കാരുണ്ടാവും, CA കാരുണ്ടാവും, CMA ഉണ്ടാവും, ഡിഗ്രി പഠിച്ചവരുണ്ടാവും, എല്ലാവരും ഉണ്ട്. CPA കഴിഞ്ഞ CPA കഴിഞ്ഞ ആൾക്കാരും ഉണ്ടാവും. അവർ കയറുന്ന ഡെസിഗ്നേഷൻ ആയിരിക്കും പിന്നെ വാല്യൂ. പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡെസിഗ്നേഷന് വേണ്ടിയിട്ടായിരിക്കും. ക്വാളിഫിക്കേഷൻ വൺസ് നമുക്കൊരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് ഈ ക്വാളിഫിക്കേഷന് പോലും, സോറി ഡെസിഗ്നേഷൻ. ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. അതിന്റെ ബിയോണ്ട് പോകണമെങ്കിൽ നമ്മൾ പ്രോപ്പർലി ക്വാളിഫൈഡ് ആവണം. അത് ചിലപ്പോൾ എന്നെ ഒരു ഡിഗ്രി ഹെൽപ്പ് ചെയ്യില്ല. ഒരു സീനിയർ അല്ലെങ്കിൽ ഒരു സീനിയർ മാനേജർ എന്നുള്ള പൊസിഷൻ പോകുമ്പോൾ അവർക്ക് ഒരു പ്രോപ്പർ ക്വാളിഫിക്കേഷൻ കാണണം നമുക്ക്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ACCA ഡെഫിനറ്റ്ലി എനിക്കൊരു ഇൻപുട്ടാണ്, വാല്യുബിൾ ഇൻപുട്ടാണ്. ബാംഗ്ലൂരിലല്ലേ? അതെ. വാട്ട് അബൌട്ട് എബ്രോഡ്? ഈ സിനാരിയോ തന്നെയാണോ എബ്രോഡിൽ ACCA വാല്യൂ നോക്കുകയാണെങ്കിൽ? എബ്രോഡ് എന്ന് പറഞ്ഞാൽ എബ്രോഡിലേക്ക് സ്ട്രേറ്റ് ഗേറ്റ് അത് ഓപ്പൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എനിക്ക് തോന്നുന്നില്ല കുറെ പേര് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ലിമിറ്റഡ് ആൾക്കാർ പോകുന്നുണ്ട്, ACCA ത്രൂ പോകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ACCA ഒരു ഗേറ്റ് തരുന്നുണ്ട്, അത് എബ്രോഡിൽ എൻട്രി തരുന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് പോകാൻ വേണ്ടി. എന്റെ ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് പേര് പോയിട്ടുണ്ട്. പക്ഷെ അത് ഈസി അല്ല, പക്ഷെ അതിനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ആക്സസ് തരുന്നുണ്ട്. അതാണ് ആ കോഴ്സിന്റെ ഒരു വാല്യൂ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, AI. ഈ സാലറി പാക്കേജ് പോലെ ഇപ്പൊ കേൾക്കുന്ന ബസ് വേർഡാണ്. അത് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. ലൈക്ക് എൻട്രി ലെവൽ റോൾസ് ഒക്കെ എന്തായി പോകും? അത് AI വന്ന് ടേക്ക് ഓവർ ചെയ്ത് പോകും. സിൻസ് ഇപ്പം രഞ്ജിത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി 3 വർഷത്തോളം ആയില്ലേ? അപ്പൊ ആ ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ കേട്ട് തുടങ്ങിയ ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം അത് റോൾ എങ്ങനെയാണ്? അതിന് എന്ത് ഇൻഫ്ലുവൻസ് ആയി രഞ്ജിത്ത് പ്രതീക്ഷിക്കുന്നത്? വാട്ട് ഇസ് യുവർ എക്സ്പെക്ടേഷൻ ഓൺ AI? അത് കംപ്ലീറ്റ് റോൾസ് ടേക്ക് ഓവർ ചെയ്യോ? എൻട്രി റോൾസ് ഇല്ലാണ്ടാവോ? അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ മൊത്തം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുവോ? അല്ലെങ്കിൽ അത് കോംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകാണോ വേണ്ടേ? വാട്ട് ഇസ് ഇറ്റ്? അറ്റ് ദിസ് മൂമെന്റ് എനിക്ക് AI കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം അത്രയും ഇന്റഗ്രേറ്റ് ആയിട്ടില്ല നമ്മുടെ സോഫ്റ്റ്വെയർസിലൊന്നും AI അത്രയും ഇന്റഗ്രേറ്റ് ആയിട്ടില്ല. പക്ഷെ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ ഒരു അസോസിയേറ്റ് ആയിട്ട് കയറിയാണ്. അപ്പൊ ഞാൻ പെർഫോം ചെയ്യേണ്ട വർക്ക് എനിക്കൊന്ന് ഈസി ചെയ്ത് തരാൻ മാത്രമേ AIക്ക് പറ്റുള്ളൂ. അത് പ്രോസസ് ചെയ്യാന്നുള്ളത് ഞാൻ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലൈക്ക് എ ടൂൾ. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വൗച്ചിങ് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ടാവും, ഡാറ്റാ സ്നിപ്പർ, അങ്ങനെ പല ടൂൾസ് ഉണ്ട്. അതേമാതിരി തന്നെ ഡാറ്റാസ് ഒന്നും കൂടെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടേംസ് ഓഫ് ഓഡിറ്റിൽ ഞാൻ നിൽക്കുന്ന ഒരു ഡൊമൈനിൽ കുറയ്ക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മുടെ അത്രയും റാപ്പിഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു എൻവയറമെന്റ് ആണ്. നമ്മുടെ ക്ലയന്റ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ നമ്മളും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. ഡാറ്റ ഏത് രീതിയിൽ പ്രോസസ്സ് ചെയ്യണം എന്നുള്ള ഒരു ഇൻപുട്ട് എന്റെ കയ്യിൽ നിന്ന് വരേണ്ടത്. ആ ഡാറ്റ ഈസി ചെയ്യാൻ മാത്രമാണ് AI യൂസ് ചെയ്യാന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ബിഗ് ഫോഴ്സിലാണ് അല്ലെങ്കിൽ MNCയിൽ വർക്ക് ചെയ്താണ്, ബിഗ് ഫോഴ്സിൽ വർക്ക് ചെയ്താണ്. വർക്ക് കൾച്ചർ എങ്ങനെയാണ്? ഞാൻ വർക്ക് കൾച്ചർ ഇൻ ദ സെൻസ് ഓഫ് കോഴ്സ് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവും, അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമുക്കൊരു സീസൺ വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ വർക്കും കാര്യങ്ങളൊക്കെ വരും, ഹെക്ടിക് ആവും, അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ബട്ട് രഞ്ജിത്തിന്റെ സ്റ്റോറീസും രഞ്ജിത്തിന്റെ മറ്റ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസും ഞാൻ കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, യു ഹാവ് യു പേഴ്സണൽ ടൈം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്. അതിപ്പം പുറത്തു നിന്നാണെങ്കിലും ഫ്രണ്ട് സർക്കിളിന്റെ കൂടെ കറങ്ങുന്ന ഐ ഹവ് സീൻ ദാറ്റ്. അപ്പം എനിക്ക് എവിടെയോ തോന്നിയിട്ടുണ്ട് ദാറ്റ് യു നോ ദ നീഡ് ടു മാച്ച് യുവർ പേഴ്സണൽ ലൈഫ് ആൻഡ് യുവർ പ്രൊഫഷണൽ ലൈഫ്. അത് എത്രത്തോളം ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായ ഒരാളാണ് രഞ്ജിത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആ പേഴ്സണൽ ലൈഫ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്കിന്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നത്? അത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ അത് കൊണ്ടുപോകേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അതിന് എത്രത്തോളം സ്കോപ്പ് നമുക്ക് ഈ വർക്ക് കൾച്ചറിൽ കിട്ടുന്നുണ്ട് ബിഗ് ഫോഴ്സിലൊക്കെ MNCസിലൊക്കെ പോകുമ്പോൾ? ഡെഫിനറ്റ്ലി വർക്കിൽ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതും ഞാൻ പറയുന്നത് ഡിപ്പെൻസ് ആയിരിക്കും, ആൾക്കാരെ അനുസരിച്ചിരിക്കും. കാരണം പ്രഷർ എന്തായാലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വർക്കിൽ പ്രഷർ എന്തായാലും വരും. കാരണം അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്ത് കാര്യം വന്നാലും നമുക്ക് പ്രഷർ അടിക്കും. എൻ്റെ ഒരു കേസിൽ അങ്ങനെയാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും ഇത് കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ നമുക്ക് പ്രഷർ അടിക്കും. പക്ഷെ ബട്ട് ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രീ പ്ലാൻഡ് ആയിരിക്കണം കാര്യങ്ങളിൽ. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഐ സോ യുവർ ത്രോ ബാക്ക് സ്റ്റാറ്റസ് ഇൻ ഗോവ. കുറച്ച് ദിവസം മുൻപ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അല്ലാതെ ക്ലബ്സ് അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയതുകൊണ്ട് ആ ഒരു സോഷ്യൽ ലൈഫ് അതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെ പോകും, അതിനുള്ള സമയം വെച്ചിട്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഡെഫിനറ്റ്ലി യെസ്. ഞാൻ പറയുന്ന എന്റെ കൂടെയുള്ള ക്രൂ അങ്ങനെയാണ്, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പും അങ്ങനെയാണ്. ഡെഫിനറ്റ്ലി എല്ലായിടത്തും പ്രഷർ ഉണ്ടാവും. നമ്മൾ എൻഡപ്പ് ചെയ്യുന്ന ടീമിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവരായിട്ടുള്ള ഒരു ബോണ്ട് അതുണ്ടാവും. കാരണം എനിക്ക് എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ലൊരു വൈബാണ്. അപ്പൊ ഞങ്ങള് വർക്ക് ഉണ്ടാവും, ചിലപ്പോൾ സ്ട്രെസ്ഫുൾ വർക്ക് ഉണ്ടാവും. അത് തീർത്തിട്ട് ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്യും ഇങ്ങനെ ആ സ്ട്രെസ് റിലീസ് ചെയ്യുക, എവിടെയെങ്കിലും ഡിസ്ചാർജ് ചെയ്യുക, അങ്ങനെ പോലുണ്ട്. കാരണം എന്തായാലും നമ്മളത്
വൺസ് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് പ്രഷർ അടിക്കും, നമ്മൾ ചില കാര്യങ്ങൾ ഗീവ് അപ്പ് ചെയ്യേണ്ടി വരും. ബൈ ചോയ്സ് ആണെങ്കിലും നമ്മൾ അത് ഗീവ് അപ്പ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ ടൈം കണ്ടെത്തുക. ബിക്കോസ് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ടൈം, അവർക്കൊരു ടൈം, അല്ലെങ്കിൽ നമ്മളൊരു പ്രീ പ്ലാൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഫിക്സ് ചെയ്യണം ഞാൻ ഇന്ന ഡേറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങോട്ടേലും പോകണം, അങ്ങനെ നമ്മൾ നോക്കണം. അല്ലാതെ നമ്മൾ അപ്പ വരുന്ന കാര്യം അപ്പം നോക്കാന്ന് വിചാരിച്ചാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുനടക്കാനുള്ളത്. കാരണം വർക്ക് ചെയ്യുന്ന അതേമാതിരി തന്നെ ആ സ്ട്രെസ് എവിടെയേക്കും നമ്മൾ ഡിസ്ചാർജ് ചെയ്തേ പറ്റുള്ളൂ. അതെ. ഓക്കെ, ഫൈനലി ടു കൺക്ലൂഡ്, കുറെ സമയമായി സംസാരിക്കുന്നു, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ. ഇപ്പൊ നോക്കുമ്പോൾ യു ചോസ് ദിസ് പ്രൊഫഷൻ, പെർട്ടിക്കുലർലി ACC at the age of 18. You qualified around 20 to 23. 3 years experience ഒക്കെ ആയി ഇപ്പോൾ നിൽക്കുകയാണ്, 25 years old. When you look back, do you suggest this course to someone else? Will you suggest this course to someone else if he is passionate about it? ഡെഫിനറ്റ്ലി പാഷനേറ്റ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ അടുത്ത് ഒരാൾ അപ്രോച്ച് ചെയ്യുകയാണ് എനിക്ക് ACC എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി നോ ഞാൻ പറയാറില്ല. അൺലെസ് ആൻഡ് അൺടിൽ ആ എന്നോട് ചോദിക്കുന്ന ആൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ആ പുള്ളിനോട് പറയും ഏത് ചോയ്സിലാണ്. ഡെഫിനറ്റ്ലി കൺഫ്യൂസ്ഡ് ആവണമെങ്കിൽ ആ ആൾക്കൊരു വേറെ ചോയ്സ് ഉണ്ടാവും. ആ ചോയ്സ് ഏതാണോ, ആ ചോയ്സിൽ ഏതാണോ നിങ്ങളുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക. ഞാൻ പറഞ്ഞ ആ ഡൊമൈൻ എന്ന് പറഞ്ഞ ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. ഏതാണോ ചോയ്സ്. അല്ലാതെ ഇപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു കോഴ്സ് ഇപ്പം ഞാൻ പറയുകയാണ് ACCയിൽ ഞാൻ കാണുന്നൊരു ട്രമൻഡസ് ആയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. സോ ആൾക്കാർ വരുന്നതുകൊണ്ട് ഞാൻ ഈ കോഴ്സ് എടുക്കില്ല, അത് പറയുന്നത് ഭയങ്കര റോങ് ആണ്. കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോഴ്സ് എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാ കോഴ്സിനും എല്ലാ ആൾക്കാരും പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നീഡ് അല്ലെ നമ്മുടെ നീഡ് എന്താന്ന് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ACC എടുക്കണം. ACCക്ക് പോവാണെങ്കിൽ get to know what job you will be doing, what kind of work you will end up with. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ വേണം ഇങ്ങനെ ഒരു സാധനം. അതിനും സ്റ്റേജസ് ഉണ്ട്. പാർട്ട് ക്വാളിഫൈഡ് ഉണ്ട്, ക്വാളിഫൈഡ് ആവാൻ പറ്റും, മെമ്പർ ആവാൻ പറ്റും, പിന്നെ ഫെലോഷിപ്പ് എടുക്കാൻ പറ്റും. അങ്ങനെ അതിനും പ്രോഗ്രഷൻ ഉണ്ട്. പിന്നെ ACCയിലേക്ക് മാത്രം ഒതുങ്ങണമെന്നും ആരും പറയുന്നില്ല. വൺസ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേറെ കോഴ്സ് വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റും. ഇഫ് അങ്ങനെ ഒരു ഡൗട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കോഴ്സ് എടുക്കുക. ഈവൻ എൻ്റെ കേസിലാണെങ്കിൽ പോലും ഞാൻ ACCക്ക് ജോയിൻ ചെയ്തപ്പോൾ എനിക്കൊരു അഷ്യൂരിറ്റി ഇല്ല ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യില്ല. എനിക്കത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ, ബട്ട് എനിക്കൊരു അഷുറൻസ് ഇല്ല ഞാൻ അത് ചെയ്യൂല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ഡിഗ്രി ബാക്കപ്പ് എടുത്തത്. അപ്പൊ എനിക്ക് ആ ഡിഗ്രി ആഡ് ഓൺ ആയിട്ടുണ്ട്, ACC ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു യു രഞ്ജിത്ത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. ഇനി പറഞ്ഞ പോലെ അവസാനത്തെ ഫെലോഷിപ്പ് സ്റ്റേജിലേക്കും കൂടെ കാണാൻ ഞാൻ വേണ്ടി പറ്റട്ടെ. വെരി മച്ച് ഹാപ്പി ടു ഹാവ് യു ഹിയർ. താങ്ക് യു സോ മച്ച്. ഡെഫിനറ്റ്ലി വൺ ഓഫ് മെനി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.